ഈ പ്ലാന്റ്സ് ഒക്കെ നട്ടുപിടിപ്പിക്കുന്നവരെ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമല്ലേ ചെടികളുടെ മുരടിപ്പും അതുപോലെ കീടബാധയൊക്കെ. അത് ഏത് തരം പ്ലാന്റ്സ് ആണെങ്കിലും നമുക്കൊരു മടുപ്പും വെറുപ്പും ഒക്കെ തോന്നി തുടങ്ങും അല്ലേ. അതിനൊക്കെ അകറ്റാനായിട്ട് നമുക്കൊരു പൊടിക്കൈ നോക്കിയാലോ. നമ്മൾ 1 ലിറ്റർ വെള്ളമാണെങ്കിൽ എടുക്കണമെങ്കിൽ 20 ഗ്രാം വെളുത്തുള്ളി, അതുപോലെ ഒരു 5 ml സോപ്പ് ഓയിൽ, കുറച്ച് പച്ചമുളക്, ഒരു 3-4 പച്ചമുളക്, അതുപോലെ വേപ്പെണ്ണ ഒരു 20 ml വേപ്പെണ്ണ. ഇതുമാണ് നമുക്ക് ആവശ്യം. ഞാനിവിടെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നത്. ഈ പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നന്നായി അരച്ച് പേസ്റ്റാക്കി നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേപ്പെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ലിറ്ററിന് 20 ml വേപ്പെണ്ണയാണ് നമ്മളിവിടെ കൂടുതലുള്ളത് കൊണ്ടാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. അതുപോലെ ലിക്വിഡ് സോപ്പ് ഒരു 5 ml, 1 ലിറ്റർ വെള്ളത്തിന് 5 ml. അത് ഏത് വേണമെങ്കിലും എടുക്കാം. ലിക്വിഡ് സോപ്പ് എടുക്കാം, ബാർ സോപ്പ് എടുക്കാം, ഷാമ്പൂ എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. ഇതെല്ലാം ചേർത്ത് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കണേ. നല്ലതുപോലെ ആ വേപ്പെണ്ണ സോപ്പുമായിട്ട് നന്നായി മിക്സ് ചെയ്യണ വരെ ഇളക്കി കൊടുക്കണേ. നമുക്കിതൊരു അരിപ്പയിലാക്കിയിട്ടേ അരിച്ചെടുത്തിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നല്ല രീതിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മളിത് സ്പ്രേ ചെയ്യണതുകൊണ്ട് തന്നെ നല്ലപോലെ അരിച്ചെടുത്ത് സ്പ്രേ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്ലാന്റ്സിന് രോഗബാധയും അതുപോലെ കീടബാധയും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളിത് 15 ദിവസത്തിൽ ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ്. ചെടികൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ചെടികളുടെ ഇലകളുടെ അടിയിൽ നല്ല രീതിയിൽ തന്നെ സ്പ്രേ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലകളുടെ അടിയിലായിരിക്കും ഏകദേശം എല്ലാ കീടങ്ങളുടെയും വാസസ്ഥാനം. അതുകൊണ്ട് തന്നെ ഇലകളുടെ അടിയിൽ നല്ല രീതിയിൽ ആവുന്ന വിധം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഏത് ഫെർട്ടിലൈസർ ആണെങ്കിലും ശരി, അതുപോലെ കീടനാശിനികളാണെങ്കിലും ശരി, രാവിലെ സമയങ്ങളിൽ അതുപോലെ വൈകുന്നേര സമയങ്ങളിൽ, സന്ധ്യാസമയങ്ങളിൽ അടിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. നമുക്കിത് ഏത് തരം പ്ലാന്റ്സിനാണെങ്കിലും ഉപയോഗിക്കാം. പച്ചക്കറികൾക്കും പഴച്ചെടികൾക്കും ഏതിന് വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. ജൈവ കീടനാശിനികളെ ഉപയോഗിച്ച് നമുക്ക് കീടങ്ങളെ അകറ്റി നിർത്താം.